പ്രത്യക്ഷമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് മഹിഷത്തിന്റെ വലിയൊരു തല, അത് ശരിക്കും ഒരു പോത്തിന്റെ തല പോലെ ഒരു പാറ, അതിന് മുകളിൽ ഒരു ഹ്യൂജ് വളരെ വലിപ്പത്തിലുള്ള ഒരു ദേവീ വിഗ്രഹത്തെ നമ്മൾ ഒന്നിന് മുകളിൽ ഒരു ഭഗവതി ഇങ്ങനെ നിൽക്കുന്ന രൂപം. അകത്തേക്ക് ചെന്ന് കയറുമ്പോൾ അതൊരു മരമാണ്, അല്ലെങ്കിൽ വിഗ്രഹവും ഇല്ല പ്രതിമയും ഇല്ല, പകരം ഒരു കുഞ്ഞു ക്ഷേത്രത്തിലാണ് ഭഗവതി ഉള്ളത്. ആ പാദത്തിൽ നോക്കുമ്പോൾ അതിൻ്റെ താഴെ പാദം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഗുഹയ്ക്ക് താഴെ ഹ്യൂജായിട്ട് വലിയൊരു പാദം. കണ്ണൂരിലെ മാടായികാവിൽ നിന്ന് വന്ന ഭഗവതിയാണ് ഈ കൗടിമാത. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളിയിൽ നിന്ന് ഭഗവതി വിറകെടുത്ത് വലിച്ചെറിഞ്ഞിട്ട്, ഞാൻ ഇവിടെ അല്ല ഇരിക്കാൻ പോകുന്നത്, ഞാൻ സ്വന്തമായിട്ട് സ്ഥലം കണ്ടെത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് തിടപ്പള്ളിയിൽ നിന്ന് വിറകെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പോയിരുന്നാണ് മാടായികാവിൽ. ഈ ആചാരങ്ങളിലെല്ലാം ഓരോ തത്വങ്ങളുണ്ട്. വൃശ്ചിക മാസത്തിലാണെങ്കിൽ തന്നെ വൃശ്ചിക മാസത്തിൽ കാർത്തിക വിളക്ക് തെളിയിക്കുമ്പോൾ മരോട്ടിക്കായ്ക്കുള്ളിൽ നല്ലെണ്ണ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗന്ധം, ഓരോ നീരാഞ്ജനം എള്ള് കത്തുമ്പോഴും ഉണ്ടാകുന്ന ഗന്ധം എത്രമാത്രം നമ്മളുടെ ശ്വസന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ, ലങ്സിന്റെ കപ്പാസിറ്റിയെ കൂട്ടുമായിരുന്നു. തെയ്യങ്ങളെല്ലാം മഞ്ഞൾ വാരി വിതറുന്ന കാണാം. മഞ്ഞൾപ്പൊടി എന്തിനാണ് വാരി വിതറുന്നത്? മഞ്ഞൾപ്പൊടി വാരി വിതറുന്നതിനനുസരിച്ച് രോഗാണുക്കൾ ഇല്ലാണ്ടാവും അവിടെ. ഭഗവാൻ ശ്രീകൃഷ്ണൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് ചോദിച്ചാൽ പോലും ഏറ്റവും കൂടുതൽ നാരായണീയം വായിക്കുന്ന ആളായാലും ശരതന ഭഗവത്ഗീത ഒക്കെ പഠിക്കുന്ന ആളായാലും ശരതന ഒരു നിമിഷം പകച്ചു നിൽക്കും. ശിവനിലും വിഷ്ണുവിലുമുള്ള തത്വങ്ങൾ ഒന്ന് തന്നെയാണ്. രാവിലെ എഴുന്നേറ്റാൽ കുളിക്കുക, അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ നമ്മൾ ഭൂമിയെ സ്പർശിച്ച് പാദസ്പർശം ശമസ്വമേ എന്ന് പറഞ്ഞിട്ട് തൊട്ട് വന്ദിക്കുക. ഇത് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കുന്ന, അപ്പോൾ അവർക്കറിയായിരുന്നു നമ്മളതങ്ങനെ എഴുന്നേറ്റ് നിന്നാൽ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് നമ്മൾ ഭൂമിയെ സ്പർശിച്ച് കഴിയുമ്പോൾ നമ്മുടെ നെർവ്സ് എല്ലാം ഒരു ഉണർവിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എണീറ്റ് നടക്കാൻ പാകത്തിന് തയ്യാറായി കഴിഞ്ഞു, നമുക്കിനി നടക്കാം. അതുപോലെ പുഴയുടെ തീരത്ത് എന്നാൽ നേരെ പുഴയിലേക്ക് ഇറങ്ങരുതെന്ന് പറയും. ആദ്യം ജലത്തെ എടുത്ത് പ്രാർത്ഥിച്ച് സൂര്യനെ തർപ്പണം ചെയ്യുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ ജലത്തിൽ നമ്മൾ ആദ്യം സ്പർശിച്ച് നിൽക്കണം, സ്പർശിച്ച് കൈകളിലേക്ക് അതിനെ എടുത്ത്, പിന്നെ പണ്ടൊരു രീതി ഉണ്ടായിരുന്നു, അത് കൽക്കത്തയിലൊക്കെ നമുക്ക് ഇപ്പോഴും പോയി കാണാം, കയ്യിലെടുക്കുന്ന ജലത്തെ ആദ്യം കാലുകളിലേക്ക് ഇങ്ങനെ ഒഴിക്കും, അല്ലെങ്കിൽ നടുവിലേക്ക് ഒഴിക്കും, എന്നിട്ടേ കുളിക്കുള്ളൂ. അപ്പൊ ആ ശരീരം മുഴുവൻ തണുത്തിട്ട് ആണ് കുളിക്കാനായിട്ട് ഇറങ്ങുന്നത്. ഇന്ന് നമ്മൾ നേരെ ഷവറിന് നേരെ താഴേക്ക് നിന്നിട്ടാണ് കുളിക്കുക, നേരെ തലയിലേക്കാണ് വെള്ളം ആദ്യം വരുന്നത്. കാലുകളിൽ നിന്ന് നടുവിലേക്ക് തണുപ്പ് ചെന്നതിന് ശേഷം പിന്നെ ശരീരത്തിലേക്ക് എവിടെ തണുപ്പ് ചെന്നാലും നമുക്ക് ശരിക്കും ശരീരത്തിന് അത് കറക്റ്റായിട്ട് നമുക്ക് അതിന്റെ ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമുക്ക് പല അസുഖങ്ങളും വരുന്നതും ഒക്കെ ഇത്തരത്തിലുള്ള നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിപ്പോയിട്ടാണ്. അപ്പൊ നമ്മുടെ പൂർവികർക്ക് ഇത്തരത്തിലെല്ലാ കാര്യങ്ങളെക്കുറിച്ച് നല്ല ധാരണ ഉണ്ടാകും. പക്ഷെ അവർ മനസ്സിലാക്കിയ കാര്യങ്ങൾ അടുത്ത തലമുറകളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ വിട്ടുപോവുകയോ, അല്ലെങ്കിൽ ആ അടുത്ത തലമുറ അത് ചോദിച്ച് മനസ്സിലാക്കാൻ വിട്ടുപോവുകയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമുക്കിതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയില്ലാത്ത ഒരുപാട് തലമുറകളിൽ ഇങ്ങനെ കടന്ന് വന്നപ്പോൾ നമുക്കിതെല്ലാം വെറും ശിവരാത്രിയായ ഉറക്കൊഴിയണം, കാർത്തിക വന്നാൽ വൃശ്ചികത്തിലെ കാർത്തിക മാസത്തിൽ കാർത്തിക വിളക്ക് വയ്ക്കണം, ദീപാവലി വന്നാൽ കുറേ പടക്കം പൊട്ടിക്കണം, ഓണം വന്നാൽ ഓണക്കോടി എടുക്കണം, പിന്നെ അത്തപ്പൂക്കൾ ഇടണം എന്നൊക്കെ അല്ലാതെ ഇതിൽ പ്രകൃതിക്ക് എന്താണ് സംഭവിക്കുന്നത്? ഈ പ്രകൃതിയും നമ്മളുമായിട്ടുള്ള സമരസപ്പെടലിൻ്റെ ഭാഗങ്ങളാണ് ഈ ആഘോഷങ്ങൾ, അല്ലെങ്കിൽ ഈ ആചാരങ്ങളിലെല്ലാം ഓരോ തത്വങ്ങളുണ്ട്. വൃശ്ചിക മാസത്തിലാണെങ്കിൽ തന്നെ വൃശ്ചിക മാസത്തിൽ കാർത്തിക വിളക്ക് തെളിയിക്കുമ്പോൾ മരോട്ടിക്കായ്ക്കുള്ളിൽ നല്ലെണ്ണ ഒഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗന്ധം, അത് ചുറ്റുവട്ടത്തുള്ള വൈറസുകളെ എത്രമാത്രം ഇല്ലാണ്ടാക്കുമായിരുന്നു, അണുക്കളെ അത്രമാത്രം ഇല്ലാണ്ടാക്കുമായിരുന്നു, എത്രമാത്രം നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുമായിരുന്നു. ഓരോ നീരാഞ്ജനം എള്ള് കത്തുമ്പോഴും ഉണ്ടാകുന്ന ഗന്ധം എത്രമാത്രം നമ്മളുടെ ശ്വസന സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെ, ലങ്സിന്റെ കപ്പാസിറ്റിയെ കൂട്ടുമായിരുന്നു. ഇതെല്ലാം അറിയുന്നവർ അതുമായി ബന്ധപ്പെട്ട പല പല കാര്യങ്ങൾ ചെയ്തു. നമുക്കിതെല്ലാം ആചാരങ്ങൾ മാത്രമായപ്പോൾ മഞ്ഞൾപ്പൊടി, നമ്മൾ കണ്ണൂർ ഭാഗത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ കണ്ണൂർ തെയ്യങ്ങളെല്ലാം മഞ്ഞൾ വാരി വിതറുന്ന കാണാം. മഞ്ഞൾപ്പൊടി എന്തിനാണ് വാരി വിതറുന്നത്? മഞ്ഞൾപ്പൊടി വാരി വിതറുന്നതിനനുസരിച്ച് രോഗാണുക്കൾ ഇല്ലാണ്ടാവും അവിടെ. ഒരു കൂട്ടം ആൾക്കാർ കൂടി നിൽക്കുന്നിടത്ത് രോഗങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടത്തുന്നത്. ഇതുപോലെ ഓരോന്നിലും നമുക്ക് ഓരോരോ പ്രത്യേകതകൾ പറയാൻ സാധിക്കും. പക്ഷെ നമ്മൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അതെന്താണ് എന്ന് മനസ്സിലാക്കാതെ, അതിന് പിന്നിലെ സത്യങ്ങളെ മനസ്സിലാക്കാതെ, അത് ആചാരങ്ങളിലേക്ക് മാത്രം നമ്മളിങ്ങനെ ചുരുങ്ങി പോയി. അതുകൊണ്ടാണ് അനുഷ്ഠാനങ്ങളെയല്ല ഞാൻ പറയുന്നത്, ആചാരങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ ചുരുങ്ങി വന്നതുകൊണ്ടാണ് പലതും നമുക്ക് ഇന്ന് യങ്ങർ ജനറേഷനിൽപ്പെട്ട പലതും നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കതിന് ഉത്തരമില്ല, അവരോട് പറഞ്ഞു കൊടുക്കാൻ. നമുക്ക് മറുപടി അറിയില്ല, ഒരു ചോദ്യത്തിനും ഉത്തരം അറിയില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ യഥാർത്ഥത്തിൽ ആരാണെന്ന് ചോദിച്ചാൽ പോലും ഏറ്റവും കൂടുതൽ നാരായണീയം വായിക്കുന്ന ആളായാലും ശരതന ഭഗവത്ഗീത ഒക്കെ പഠിക്കുന്ന ആളായാലും ശരതന ഒരു നിമിഷം പകച്ചു നിൽക്കും, എന്താണ് കൃഷ്ണൻ എന്ന് പറഞ്ഞു കൊടുക്കാൻ. ഇപ്പോഴത്തെ ജനറേഷൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കൃത്യമായ ഉത്തരങ്ങൾ വേണം, വ്യക്തമായ ഉത്തരങ്ങൾ വേണം. ആ ഉത്തരങ്ങളാണ് അവർ അന്വേഷിക്കുന്നത്, ആ ഉത്തരങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പം ആ ഉത്തരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കണം. നമ്മൾ ഇതുവരെ പഠിച്ചതും അറിഞ്ഞതും പോരാ, നമ്മൾ നമ്മുടെ ധർമ്മത്തിലേക്ക്, നമ്മുടെ സത്യത്തിലേക്ക് ആഴത്തിലിറങ്ങി ചെന്ന് പഠിക്കണം.
കാശിയെ പഠിക്കണം, വൃന്ദാവനത്തെ പഠിക്കണം, കൈലാസത്തെ പഠിക്കണം, അങ്ങനെ ഓരോ ഇടത്തും ചെന്ന് അതിനാണ് യാത്രകൾ. ചിലപ്പോൾ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പോകുന്നത്, പക്ഷേ ചില സ്ഥലങ്ങൾ നമ്മൾ വെറുതെ പോവുകയാണെങ്കിൽ ആ സ്ഥലങ്ങൾ നമ്മളെ എന്തെങ്കിലും പഠിപ്പിക്കും. അങ്ങനെ പഠിപ്പിച്ച സ്ഥലങ്ങൾ ഏതെങ്കിലും ഉണ്ടായിരുന്നു? അങ്ങനെ നമ്മൾ പോയി ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നൊരു അറിവ് കിട്ടുക. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഈ നമ്മുടെ തിരുവനന്തപുരത്തെ കാന്തളൂർ ശാല, വലിയ ശാല എന്ന് പറയുന്ന ക്ഷേത്രം, അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ 3 ശിവൻ, 2 ശിവനും 1 വിഷ്ണുവും നല്ല സങ്കല്പങ്ങൾ. നമ്മൾ ആദ്യം ഒരു ക്ഷേത്രം 2, അപ്പോൾ അതിനകത്തൊരു സങ്കല്പം പറയുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി 8 വീട്ടിൽ പിള്ളമാർ ഒരു ശിവനെ കൂടി കൊണ്ട് പ്രതിഷ്ഠിച്ചതാണ്, ഇങ്ങനെയൊക്കെ ചരിത്രം പറയും. പക്ഷേ ശിവനിലും വിഷ്ണുവിലുമുള്ള തത്വങ്ങൾ ഒന്ന് തന്നെയാണ് എന്നും മഹാദേവനെ എപ്പോഴൊക്കെ പ്രതിഷ്ഠിക്കുന്നു, ഒരു തന്ത്രി മഹാദേവനെ എപ്പോഴൊക്കെ പ്രതിഷ്ഠിക്കുന്നു ആ സമയത്ത് ആ തന്ത്രിയിൽ അതേ തുല്യമായ ഭാവത്തിൽ തന്ത്രിയുടെ പ്രാണന്റെ അംശം കൂടി പ്രതിഷ്ഠാ സമയത്ത് പ്രതിഷ്ഠയിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പൊ ആ പ്രാണനിൽ ഹരനും ഹരിയും ഒരുപോലെ ചേരും. അപ്പൊ ചിലരുടെ പ്രതിഷ്ഠയ്ക്ക് ശക്തി കൂടുന്നതിനനുസരിച്ച് ഒരു ശിവക്ഷേത്ര ശിവലിംഗം പ്രതിഷ്ഠിക്കുമ്പോൾ അതേപോലെ തുല്യ പ്രാധാന്യത്തോടു കൂടി ഒരു വൈഷ്ണവ സാന്നിധ്യം ഉണ്ടായി വരും, അല്ലെങ്കിൽ ഒരു ശൈവ സാന്നിധ്യം തന്നെ വീണ്ടും ഉണ്ടായി വരും. അങ്ങനെയാണ് ഈ പല ക്ഷേത്രങ്ങളിൽ 2 ശിവൻ 2 വിഷ്ണു, അല്ലെങ്കിൽ ശിവനും വിഷ്ണുവും എന്നൊക്കെയുള്ള പ്രതിഷ്ഠകൾ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള അറിവുകൾ ആ ക്ഷേത്രങ്ങളിൽ ചെന്ന് നിൽക്കുമ്പോൾ ആ ക്ഷേത്രം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുവരെ നമുക്ക് 2 ശ്രീകോവിലിൽ 2 ശിവൻ, പക്ഷേ ക്ഷേത്രത്തിൽ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ നമ്മളെ പഠിപ്പിക്കുക, ആരെങ്കിലും ഒക്കെ വന്ന് പറഞ്ഞു തരികയാണ് ചെയ്യുക, ഇതിങ്ങനെയാണ്. അപ്പോഴാണ് നമ്മളതിനെ മനസ്സിലാക്കുക. ഇതുപോലെ ഇപ്പോൾ കാശിയിൽ കൗടി മാതാ ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് ക്ഷേത്രത്തിൽ പോയിട്ടുണ്ട്. അവിടെ കൗടി മാതാ ക്ഷേത്രത്തിൽ ആദ്യം ചെന്ന് നിൽക്കുമ്പോൾ കബഡി കൊണ്ട് നമ്മൾ നടക്കി വെക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്നൊരു സന്യാസി ഇങ്ങനെ പറയുന്നുണ്ട്, കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്നിട്ട്, നിങ്ങൾ മദ്രാസികളാണോ? അവരങ്ങനെയാണല്ലോ ചോദിക്കുക, മദ്രാസികളാണോ എന്നാണ് ചോദിക്കുക. ആ മദ്രാസികളാണ്. അപ്പോൾ പറയുന്നത്, ഈ ദേവി മദ്രാസിൽ നിന്ന് വന്നതാണല്ലോ എന്ന്. അപ്പോൾ വീണ്ടും അത് ഏത് മദ്രാസിന് എവിടെ നിന്നാണെന്ന് വെച്ചപ്പോൾ പുള്ളിക്ക് കേരള എന്ന് പറയാൻ പറ്റുന്നില്ല. അപ്പൊ കരേല പോലെ എന്ന് വെച്ചാൽ പാവയ്ക്കൊക്കെ കരേല എന്നാണ് അവർ പറയുന്നത്. അപ്പൊ കരേല പോലെ ഒരു സ്ഥലം അതാണ്. അപ്പൊ ഞാൻ കേരള ആണോ? കേരളത്തിൽ നിന്നാണ് ഈ ഭഗവതി വന്നിരിക്കുന്നത് എന്ന് പറയാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് കൂടുതൽ സംസാരിക്കുന്നത് ഏതാണ് സ്ഥലം, എന്താണ് സ്ഥലം ചോദിച്ചു വരുമ്പോൾ അത് മാടായികാവാണ്. കണ്ണൂരിലെ മാടായികാവിൽ നിന്ന് വന്ന ഭഗവതിയാണ് ഈ കൗടി മാത. അപ്പൊ ഇത് നമ്മൾ അദ്ദേഹം കൈലാസത്തിലേക്ക് പോയ ദേവി, കണ്ണൂരിൽ നിന്ന് കാശിയിലേക്ക് പോയ ഭഗവതി. നമ്മളിതൊന്നും അറിയാതെ അവിടെ ചെന്ന് നിൽക്കും. നമുക്കറിയില്ല മാടായികാവില് നമ്മൾ ദർശനം നടത്താറുണ്ട്. മാടായികാവില് പ്രത്യേക ഊർജ്ജം നമുക്ക് അനുഭവപ്പെടാറുണ്ട് എപ്പോഴും. ചില അമ്പലങ്ങളിൽ, എല്ലാ അമ്പലങ്ങളും ഉണ്ട് എങ്കിലും ചില ക്ഷേത്രങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ടൊരു സാന്നിധ്യത്തെ, മാമാനിക്കുന്ന് അല്ലെങ്കിൽ മാടായികാവ്, കണ്ണൂരിലെ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ചും. അപ്പോൾ അതൊക്കെ അനുഭവിച്ചിട്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്, കാശിയിൽ ചെല്ലുകയാണ്. ഈ ക്ഷേത്രങ്ങളെ കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതെ, അല്ലെങ്കിൽ ഈ ക്ഷേത്രങ്ങളൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആ ക്ഷേത്രത്തെക്കുറിച്ചൊന്നും ഓർക്കാതെ കാശിയിൽ നമ്മളൊരു ക്ഷേത്രം കണ്ടു, ആ കൗടി മാത, അധികം ആരും പോവാത്ത ക്ഷേത്രമാണ്, എന്നാൽ കണ്ടേക്കാം എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് നിൽക്കുകയും അവിടെ ഒരു സന്യാസി വരികയും ആ സന്യാസി നമ്മളോട് പറയുകയാണ് നിങ്ങളുടെ നാട്ടിൽ നിന്ന് വന്ന ഭഗവതിയാണെന്ന് പറയുകയും, പിന്നെ അദ്ദേഹത്തിനോട് സ്ഥലം ചോദിച്ചു വരുമ്പോൾ അവിടെ ഒരു വലിയ ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രത്തിൽ 3 ശിവലിംഗങ്ങൾ ഒരുമിച്ച് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുണ്ട്. ആ ശിവലിംഗത്തിന്റെ പുറകിലായിരുന്നു ആ ഭദ്രകാളി ഉണ്ടായിരുന്നത്. പിന്നെ ഭദ്രകാളി അവിടെ നിന്ന് തനിയെ ഉറഞ്ഞ് പോയി എനിക്കിതല്ല സ്ഥലം വേണ്ടെന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പോയിരുന്നു. എന്നിട്ട് ആ സ്ഥലത്തിരുന്ന് അനുഗ്രഹങ്ങൾ കൊടുത്തതിന് ശേഷം ഞാൻ കാശിയിലേക്ക് സഞ്ചരിക്കാൻ പോവാണെന്ന് പറഞ്ഞ് കാശിയിലേക്ക് വന്നു. അപ്പോൾ ഈ കൃത്യമായ ഐതിഹ്യം മാടായികാവിനുണ്ട്. തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൻ്റെ തിടപ്പള്ളിയിൽ നിന്ന് ഭഗവതി വിറകെടുത്ത് വലിച്ചെറിഞ്ഞിട്ട്, ഞാൻ ഇവിടെ അല്ല ഇരിക്കാൻ പോകുന്നത്, ഞാൻ സ്വന്തമായിട്ട് സ്ഥലം കണ്ടെത്തിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ട് തിടപ്പള്ളിയിൽ നിന്ന് വിറകെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പോയിരുന്നാണ് മാടായികാവിൽ. അത് തിരുവിറക് കാട്ടിയ സ്ഥലം, അതാണ് തിരുവിറകാട്ട് അല്ലെങ്കിൽ തിരുവിറകാട്ട് എന്ന് പറയും. അപ്പം ആ സ്ഥലത്ത് ഭഗവതി പോയിരുന്ന ഐതിഹ്യം ഉണ്ട് അവിടെ. അപ്പം ഇദ്ദേഹം ആ ഐതിഹ്യം തന്നെ അദ്ദേഹം പറയുമ്പോൾ, അദ്ദേഹത്തിന് കേരളത്തിലെ ഈ ക്ഷേത്രം ഒന്നും അറിയാതെയാണ് അദ്ദേഹം ഇങ്ങനൊരു ഐതിഹ്യം ഉണ്ട്, അങ്ങനെ വന്ന ഭഗവതിയാണെന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഇരുന്ന് പെട്ടെന്ന് മാടായികാവിൽ അമ്മയാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കുണ്ടാവുന്നൊരു സന്തോഷമുണ്ടല്ലോ. അത് വളരെ വിശേഷമാണ്. ഇതുപോലെ ആരെങ്കിലുമൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ വരും. ഇത്തവണത്തെ കാമാഖ്യ യാത്രയിൽ നമ്മളൊരു പദ്ധതി ഉണ്ടാക്കിയിട്ട് പോയിട്ടുണ്ട്. കാമാഖ്യ ഇപ്പം മോക്ഷയുടെ യാത്രകളുണ്ടല്ലോ, നമ്മൾ പ്രധാനമായിട്ടും ഒരു ഏരിയ, അപ്പം നമ്മൾ ആസാം പോവുകയാണ്, എന്നാൽ പിന്നെ മേഘാലയ, ചിറാപുഞ്ചി എല്ലാം പോയേക്കാം, അങ്ങനൊരു യാത്ര ഇടില്ല. കാമാഖ്യ എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ 3 ദിവസം യാത്രയെങ്കിൽ കാമാഖ്യ മാത്രം. പുരി ജഗന്നാഥ് ആണെങ്കിൽ പുരി ജഗന്നാഥ് മാത്രം. ഇപ്പോൾ പുരി ജഗന്നാഥ് യാത്രയിൽ 3 ക്ഷേത്രങ്ങൾ നമ്മൾ, ലിംഗരാജ ക്ഷേത്രം, പുരി ജഗന്നാഥ ക്ഷേത്രം, കൊണാർക്ക്, ഈ 3 ക്ഷേത്രങ്ങളാണ് കാണുന്നത്. ആ 3 ക്ഷേത്രങ്ങൾ കണ്ടാൽ മതി. ഒരുപാട് ക്ഷേത്രങ്ങൾ കാണണമെന്നുള്ളവർ മറ്റൊരു യാത്ര വേറെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിനൊപ്പം പോകായിരിക്കും നല്ലത്. നമ്മൾ ഈ ക്ഷേത്രങ്ങൾ തന്നെ ഇങ്ങനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കണമെന്ന് വിചാരിക്കാം. ഇപ്പൊ കാമാഖ്യയിൽ പോയി, കാമാഖ്യ ആദ്യം നമ്മൾ 3 ദിവസത്തെ യാത്രയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ 3 ദിവസത്തെ യാത്രയിൽ ദശമഹാവിദ്യകളെല്ലാം തൊഴുത് സന്തോഷമായിട്ടാണ് ഇരിക്കുന്നത്.
പക്ഷെ അവിടെ വെച്ചിട്ട് ഒരു യാത്രയിൽ ഒരു വൈകുന്നേരം ദീപാരാധനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരമ്മ, ഭാഷ പോലും അറിയില്ല, ഒരമ്മ അവിടുത്തെ ഒരു അവധൂത ആണ്. അമ്മ അവധൂത ഭാവമാണ് എന്ന് അവിടുത്തെ ആളുകൾ പറയുമ്പോഴാണ് നമ്മളറിയുന്നത്. അമ്മ അടുത്തിരുന്ന് ഒരുപാട് നേരം സംസാരിച്ചിട്ട് നമുക്കൊന്നും മനസ്സിലാക്കാനുള്ള ഒരു യോഗ്യതയില്ല. അപ്പോൾ കുറേ നേരം അമ്മ ഇങ്ങനെ സംസാരിച്ചു, കുറേ കാര്യങ്ങൾ പറഞ്ഞു. വേറെ ഭാഷ, എനിക്ക് ഭാഷയൊന്നും മനസ്സിലാവുന്നില്ല, പക്ഷെ പറയുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. കുറേ നേരം ചിരിക്കും, പിന്നെ കുറേ നേരം പറയും. അത് കഴിഞ്ഞിട്ട് ഹയഗ്രീവ മാധവ എന്ന് പറയുന്നത് മാത്രമേ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞ് വേറൊരാൾ ദുർഗാദാസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വന്നിട്ട് അടുത്ത് വന്നിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് ഈ അമ്മ എന്താണ് പറഞ്ഞത് എന്നുള്ളത് എടുത്തു പറഞ്ഞപ്പോഴാണ് നമ്മളിത് മനസ്സിലാക്കുന്നത്. അതായത് ഇവിടെ അടുത്ത് ഹയഗ്രീവ മാധവ ക്ഷേത്രം ഉണ്ട്, അവിടെ ഞാൻ പോകണമെന്ന് പറയുകയാണ് ഈ അമ്മ. എനിക്ക് മനസ്സിലാവുന്നില്ല ഭാഷ, ബംഗാളിയും അല്ല, ഒരു വല്ലാത്ത ഒരു ഒട്ടും മനസ്സിലാവാത്ത ഒരു ഭാഷയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഹയഗ്രീവ മാധവ ക്ഷേത്രത്തിൽ തീർച്ചയായിട്ടും പോകണം, കാമാഖ്യയിൽ വന്നിട്ട് ആ ക്ഷേത്രം തൊഴണമെന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ എന്തായാലും ആ തവണത്തെ യാത്രയിൽ പിറ്റേ ദിവസം രാവിലെ, അപ്പോൾ എല്ലാവരെയും കൊണ്ട് പറഞ്ഞ എയർപോർട്ടിലേക്ക് പോകാനുള്ള സമയം രാവിലെ, ഇപ്പോൾ എല്ലാ യാത്രയിലുള്ള എല്ലാവരെയും കൊണ്ടുപോയാൽ എങ്ങാനും വൈകിപ്പോയാൽ എല്ലാവരുടെ ഫ്ലൈറ്റ് മിസ്സാവും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് പേര് മാത്രം തീരുമാനിച്ചിട്ട് അവിടേക്ക് പോയി, നേരെ ഹയഗ്രീവ മാധവ ക്ഷേത്രത്തിൽ പോയി തൊഴുതു. അപ്പോൾ ക്ഷേത്രം കാണുമ്പോൾ, ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കാണുമ്പോൾ, വളരെ പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണ്. അകത്ത് ചെന്നിട്ട് ഹയഗ്രീവ മാധവ വിഗ്രഹം കാണുമ്പോഴൊക്കെ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഗുഹയ്ക്കകത്തെ 5 വിഗ്രഹങ്ങൾ ഒരുമിച്ചിട്ടായിരിക്കുന്നത്. ഭഗവാനുണ്ട്, വാസുദേവൻ എന്നുള്ള സങ്കല്പത്തിൽ ഭഗവാൻ ഇങ്ങനെ നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ട് കുറച്ചു നേരം നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഏറ്റവും പഴക്കം ചെന്ന ശിലായുഗത്തിൻ്റെ ആ തുടക്കകാലത്ത് കല്ലിൽ നിന്ന് മനുഷ്യൻ ഗുഹകൾക്കുള്ളിൽ താമസിക്കാൻ തുടങ്ങി, ഗുഹകളിൽ പിന്നെ ചിത്രങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി, പിന്നെ ഗുഹകളിൽ ശില്പങ്ങൾ കൊത്തിയിടാൻ തുടങ്ങി. അപ്പോഴാണ് ആരാധന വിഗ്രഹങ്ങളുള്ള രൂപങ്ങൾ വരുന്നത്. ആ സമയത്ത് ഉണ്ടാക്കിയ ക്ഷേത്രം ഒരു ഗുഹയ്ക്കകത്ത് ഉണ്ടാക്കിയിരിക്കുകയാണ് വിഗ്രഹങ്ങൾ. ഗുഹയ്ക്കുള്ളിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പം അതിനുള്ളിൽ ചെന്ന് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം, നമ്മളിങ്ങനെ അകത്ത് ചെന്ന് നിൽക്കുമ്പോൾ തൂണുകളിൽ നിന്നെല്ലാം ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കാം. അകത്തെ തൂണുകളിൽ നിന്നെല്ലാം നമുക്കൊരു മന്ത്രം പോലത്തെ ശബ്ദം, തൂണുകൾ ജപിക്കുന്ന പോലെ കേൾക്കാനാകും. അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും അതിൻ്റെ ഒരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ തവണ ആ ഒരു യാത്ര കഴിഞ്ഞപ്പോൾ തീരുമാനിച്ചു, എന്നാൽ ഇനിയൊരു കാര്യം ചെയ്യാം, കാമാഖ്യ യാത്ര അടുത്ത തവണ 4 ദിവസം ആക്കാം, എങ്കിലേ ഈ ഒരു ക്ഷേത്രം കൂടി കവർ ചെയ്യാൻ പറ്റുള്ളൂ. 4 ദിവസം ആക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇത്തവണത്തെ യാത്ര 4 ദിവസം ആക്കിയിട്ട് ഇത്തവണത്തെ യാത്ര പോയി. ഇത്തവണത്തെ യാത്ര അവിടെ പോകുമ്പോൾ ഞങ്ങൾ ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളുടെ എല്ലാ യാത്രാ പദ്ധതി എല്ലാം കഴിഞ്ഞ് ഉഗ്രധാര എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ പോയപ്പോഴേക്കും ക്ഷേത്രം നേരത്തെ അടച്ചു. അപ്പോൾ ഞങ്ങൾ നേരത്തെ ഫ്രീ ആയി. അപ്പം ഇങ്ങനെ വരുന്ന സമയത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള ഉമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാഡം മുമ്പ് കാമാഖ്യയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ മാഡം പറഞ്ഞു, നമുക്കിവിടെ വേറെ ദുർഗേശ്വരി എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്, അത് കാണേണ്ട ക്ഷേത്രമാണ്, പോയാൽ നല്ലതാണ്. എന്നാൽ പെട്ടെന്ന്, അപ്പോൾ യാത്രാ പദ്ധതിയിലൊന്നുമില്ല, ഇതാണ് ഞാൻ പറഞ്ഞ കോൾ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്നാ ശരി നമുക്ക് ദുർഗേശ്വരി പോവാന്ന് പോവാണ്. ദുർഗേശ്വരി ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച വെച്ചാൽ മഹിഷാസുരമർദ്ദിനിയായ ഭഗവതി ഇങ്ങനെ പ്രകൃതിയിൽ തന്നെ പ്രത്യക്ഷമായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് മഹിഷത്തിൻ്റെ വലിയൊരു തല, അത് ശരിക്കും ഒരു പോത്തിൻ്റെ തല പോലെ ഒരു പാറ. അത് ഒരു പോത്തിൻ്റെ തല തന്നെ, പാറയാണെന്ന് നമുക്ക് തോന്നില്ല, അത് ശരിക്കും ഒരു പോത്തിൻ്റെ തല തന്നെ. ആ പോത്തിൻ്റെ തല ഇങ്ങനെ വലുതായിട്ട് നിൽക്കുന്ന കാണാം. അതിന് മുകളിലൊരു ഹ്യൂജ്, വളരെ വലിപ്പത്തിലുള്ളൊരു ദേവീ വിഗ്രഹത്തെ നമ്മൾ ഇരുട്ടിൽ ഫീൽ ചെയ്യാണ്. അതായത് നമ്മൾ താഴെ ഇരുട്ടായിപ്പോയി ഞങ്ങൾ എത്തിയപ്പോഴേക്കും. താഴെ നിന്ന് നോക്കുമ്പോൾ ഒന്നിന് മുകളിൽ ഒരു ഭഗവതി ഇങ്ങനെ നിൽക്കുന്ന രൂപം. അകത്തേക്ക് ചെന്ന് കയറുമ്പോൾ അതൊരു മരമാണ്, അതൊരു വിഗ്രഹമല്ല. ഒരു ചെറിയ ഗുഹയ്ക്കുള്ളിൽ ഭഗവതിയുടെ രൂപമേതുമില്ലാത്ത ഒരു ചെറിയ പ്രതിഷ്ഠയുള്ളൂ. പക്ഷെ താഴെ നിന്ന് ഞങ്ങൾ ദുർഗയായിട്ട് കണ്ടത് ഒരു വലിയ മരത്തെയാണ്. പറഞ്ഞാൽ വിശ്വസിക്കില്ല, കാരണം അത് നമ്മൾ കാണുന്നത് ശരിക്കും നമ്മൾ വിചാരിക്കുന്ന അവിടെ ഒരു വലിയ പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ദുർഗാദേവിയുടെ, അതായത് ഈ മഹിഷത്തിന് മേലെ നിൽക്കുന്ന രീതിയിൽ ദുർഗാദേവിയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതന്വേഷിച്ചാണ് പോകുന്നത്. മോള് ചെല്ലുമ്പോൾ ഒരു വലിയ മരമല്ലാതെ പ്രതിമയില്ലാതാനും, അല്ലെങ്കിൽ വിഗ്രഹവും ഇല്ല, പ്രതിമയും ഇല്ല, പകരം ഒരു കുഞ്ഞു ക്ഷേത്രത്തിലാണ് ഭഗവതി ഉള്ളത്. പിന്നെ നമ്മൾ ഈ കണ്ടെന്ന് പറയില്ലേ ഒരു മരം, ആ മരത്തിന് അത്രയും വലിപ്പമൊന്നുമില്ല. ആ മരം നിൽക്കുന്നതിന്റെ തൊട്ട് താഴെയായിട്ട് ഭഗവതിയുടെ ഒരു പാദമുണ്ട്, ഒരു കുഞ്ഞു പാദം, ചെറിയൊരു പാദമാണ് അവിടെ പൂജിക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ ആ പാദം കണ്ടാൽ ശരി, ആ പാദത്തിൽ കുഞ്ഞു പാദമല്ലേ പ്രാർത്ഥിക്കുകയാണ്. ആ പാദത്തിൽ നോക്കുമ്പോൾ അതിൻ്റെ താഴെ പാദം നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ഗുഹയ്ക്ക് താഴെ ഹ്യൂജായിട്ട് വലിയൊരു പാദം, അതായത് നമ്മൾ നേരത്തെ താഴെ നിന്ന് കാണുമ്പോൾ ഭഗവതിയുടെ രൂപം കാണുന്നില്ലേ, വലിയ രൂപം, ആ രൂപത്തിൻ്റെ അത്രയും, ആ രൂപത്തിന് പറ്റുന്ന രീതിയിൽ ഒരു വലിയ പാദം ആ പാറയിലുണ്ട്. പക്ഷെ പൂജിക്കുന്നതൊക്കെ കുഞ്ഞു പാദത്തെയാണ്. ഈ പാദം ഇങ്ങനെ നമ്മൾ ആ ഇരുട്ടത്ത് പോയിട്ട് ആ വെളിച്ചത്തിൻ്റെ ഈ വിളക്കിൻ്റെ ദൈവത്തിൽ മാത്രം അത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത്ഭുതമില്ലേ. നമ്മുടെ ആ യാത്ര ഫുൾ അത് അത്രയും മതി, അതൊക്കെ മതി നമ്മൾക്ക് എന്താ പറയുക, സന്തോഷത്തിൻ്റെ ഒരു പരമമായ അവസ്ഥയിലേക്ക് എത്തും. ഒരു വലിയ പാദം ഇങ്ങനെ ഭഗവതിയുടെ അവിടെ ഇങ്ങനെ പൂവൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ കാണാം. അത് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോൾ
ഇപ്പോൾ ആലോചിക്കുന്ന വെച്ചാൽ ഇനി അടുത്ത കാമാഖ്യ യാത്രയോട്ട് ദർഗേശ്വരി കൂടെ ഉൾപ്പെടുത്തണം. അപ്പോൾ വീണ്ടും ദിവസങ്ങൾ കൂടെ. അപ്പം നമ്മുടെ പദ്ധതി അല്ല ഇത്, ഭഗവതിയാണ് ഈ പദ്ധതി ഇടുന്നത്. ഭഗവതി നമ്മളെ കാണിച്ചു തരാണ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ റോൾ അതിൽ വളരെ കുറവാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത്? സത്സംഗം നടത്തുക, എല്ലാ ദിവസവും രാവിലെ പ്രത്യേകമായ പ്രാർത്ഥനകളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദീപം തെളിയിച്ചു വെച്ച എല്ലാ ഉപാസനകളും നടത്തിയിട്ടാണ് ഓരോ ക്ഷേത്രങ്ങളിലേക്ക് പോവുക. ഇത് മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ബാക്കിയൊക്കെ ഭഗവതി അങ്ങ് നടത്തിത്തരാണ് ചെയ്യുന്നത് ഓരോ യാത്രയിലും.